ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്താണെന്നും പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയായിരിക്കണം നമ്മൾ പറഞ്ഞു, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ കണ്ടത് ഓർഗാനോഗ്രാം ആണ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജോബ് പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഓർഗാനോഗ്രാം അല്ലെ, ഒരു ഹൈറാർക്കി ഓഫ് അറേഞ്ച്മെന്റ്സ് നമ്മൾ കണ്ടിരുന്നു. ഇത്രയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മള് ഒരു ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടെസ്റ്റുകൾ അല്ലെ, പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻസ് അവിടെ നടത്തണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് ഒന്നാമത് എന്തായിരുന്നു, ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് അല്ലെ. ഓർമ്മയുണ്ടല്ലോ, ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. 4 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. A, അതുപോലെ B, AB, O, അങ്ങനെ 4 ഗ്രൂപ്പുകളാണ്. അപ്പൊ എന്ന് ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജൻ, ബിക്കകത്ത് B എന്ന ആന്റിജൻ, ABക്കകത്ത് Aയും Bയും എന്ന ആന്റിജനും, ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, O ഗ്രൂപ്പ് ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മള് RH ടൈപ്പിംഗ് ആണ് പറഞ്ഞത് അല്ലെ. എന്താണ് RH ഫാക്ടർ എന്ന് പറഞ്ഞാല്, ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ആണ് എന്ത്, RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. റീസസ് ഫാക്ടർ എന്നാണ് പറയുന്നത്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ് അല്ലെ. പറഞ്ഞില്ലേ, RH ഇല്ല എങ്കിൽ അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്നാമതൊരു ടെസ്റ്റ് എന്തായിരുന്നു, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ് അല്ലെ. അതായത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡില് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള എന്താണ് സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്യുന്നത് മാത്രം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, ഏതെങ്കിലും തരം എന്ന് പറയുമ്പോൾ പ്രത്യേകം അവർ പറഞ്ഞ കുറച്ച് അസുഖങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയായിരുന്നു അത്, ഒന്ന് വന്നിട്ട് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C അല്ലെ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C, അതുപോലെ തന്നെ HIV അല്ലെ, എയ്ഡ്സിന് കാരണമായിട്ടുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, പിന്നെ ട്രിപ്പോനിമ പാലിഡം അല്ലെ. സിഫിലിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ്. സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേര് ട്രിപ്പോനിമ പാലിഡം എന്നാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ അമേരിക്കൻ അസോസിയേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാറ്റ കണ്ടിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് O പോസിറ്റീവ് ആണ് അല്ലെ. ORH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ O പോസിറ്റീവ് ആണ്. അതിന് തൊട്ട് താഴെയാണ് എന്ത് വരുന്നത്, A പോസിറ്റീവ് വരുന്നത് അല്ലെ. ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അത് AB നെഗറ്റീവ് ആണ് കേട്ടോ, AB നെഗറ്റീവ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്, ഓക്കെ ആണോ, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. കുറെ പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. നോക്കാം, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ് കേട്ടോ. നമ്മൾ ഇനി പഠിക്കുന്നത് ബ്ലഡിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസുകൾ ഏതൊക്കെയാണ്, ബ്ലഡിലെ കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, ഓരോ കമ്പോണന്റിന്റെയും ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്. ഇനി ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ്. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു ബ്ലഡിൽ എത്ര കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, എത്ര കമ്പോണന്റുകൾ ഉണ്ട്, 4 കമ്പോണന്റുകളാണ് ഉള്ളത് അല്ലെ. എത്ര കമ്പോണന്റ് ആണ്, 4 കമ്പോണന്റുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ്, ഒന്ന് വന്നിട്ട് RBC. ഓക്കെ, കറക്റ്റ് ആണ് ശ്രീലക്ഷ്മി, 4 കമ്പോണന്റുകളാണ് ഉള്ളത്. ഒന്നാമത്തത് RBC ആണ് അല്ലെ. RBC എന്താണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ. ചുവന്ന രക്താണുക്കള് അഥവാ അരുണ രക്താണുക്കൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് WBC ആണ് അല്ലെ. WBC എന്താണ്, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, അഥവാ ശ്വേത രക്താണുക്കള്, വെളുത്ത രക്താണുക്കള് അല്ലെ, അതാണ് WBC എന്ന് പറയുന്നത്. പിന്നെന്താണ്, പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ, ഇതാണ് പ്ലേറ്റ്ലെറ്റുകള്. നാലാമത്തത് പ്ലാസ്മയാണ് കേട്ടോ, പ്ലാസ്മയാണ്. അപ്പൊ ഈ പറയുന്ന ഓരോ കമ്പോണന്റിനും അതിൻ്റെതായ ഫങ്ഷൻസുകളുണ്ട്. ഇതൊക്കെയാണ് നോക്കാം കേട്ടോ.
when blood or one of its constituent part is transferred, each component serves many functions that include the following. First, ഒന്നാമത്തെ RBC, red blood cells ആണ്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ നോക്കി? These cells transport oxygen to the tissues in the body and are commonly used to treat the anemia. Underline ചെയ്യാം ട്ടോ. These cells transport oxygen to the tissues in the body and are commonly used to treat the anemia. അപ്പൊ പ്രധാനമായിട്ട് RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ സംവഹനമാണ് അല്ലെ. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ടു ദ ഹ്യൂമൻ ടിഷ്യൂസ്. അല്ലെ, ഓക്സിജൻ സംവഹനമാണ് നമ്മുടെ മനുഷ്യന്റെ ശരീര കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ആരാണ്? RBC ആണ് അല്ലെ, ചുവന്ന രക്താണുക്കൾ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ ട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് പൊതുവെ നമ്മൾ ഈ ഒരു കമ്പോണന്റ് ഉപയോഗപ്പെടുത്തുന്നത്? ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ അല്ലെ. അനീമിയ എന്താണ്? വിളർച്ചയാണ് അല്ലെ. അപ്പൊ വിളർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കമ്പോണന്റ് ഏതായിരിക്കും? RBC ആയിരിക്കും അല്ലെ. വിളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ രക്തത്തില് ഇരുമ്പിന്റെ അംശം അല്ലെ കുറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം നമ്മുടെ ചുവന്ന രക്താണുക്കള് RBC, അതിന് ചുവപ്പ് നിറം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തു ഉണ്ട് അല്ലെ, ഹീമോഗ്ലോബിൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ഹീമോഗ്ലോബിൻ അകത്തുള്ളൊരു മെറ്റൽ ആണെന്ത്? അയൺ അല്ലെ, ഇരുമ്പ് എന്ന് പറയുന്നത്. അപ്പോ RBCയുടെ കൗണ്ട് കുറയാന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ അവിടെ കുറവാണ്, അതിനകത്ത് അയൺ കണ്ടന്റ് കുറവാകും, ഇരുമ്പിന്റെ അംശം കുറയും. അപ്പൊ നമുക്കറിയാം അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? വിളർച്ച വരും അല്ലെ. വിളർച്ച അനുഭവപ്പെടും അല്ലെ. നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വെളുത്തായിരിക്കും ഇരിക്കുക അല്ലെ. നമുക്കൊരു ബ്ലഡിന്റെ കുറവ് നമുക്ക് വരും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഏത് കമ്പോണന്റ് കൊടുക്കുക? RBC കമ്പോണന്റുകളാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അനീമിയ ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്? RBC ആണ് കേട്ടോ. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് കേട്ടോ, അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ് കേട്ടോ. എന്താണ് പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. They help the blood to clot and are used to treat leukemia and other forms of cancer. Okay, അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. They help the blood to clot. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തത്തിലെ രക്തകോശം ഏതാണ്? അത് പ്ലേറ്റ്ലെറ്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പം ഇത്തരം പ്ലേറ്റ്ലെറ്റുകൾ എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്? ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. എന്താണ് ലുക്കീമിയ എന്ന് പറഞ്ഞാല്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസറിനെയാണ് നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലെ WBC നമ്മൾ പഠിക്കും. WBCയുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ ശരീരത്തിലെ WBC, അതായത് ശ്വേത രക്താണുക്കളുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് എന്ത്? ലുക്കീമിയ എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഇൻഫെക്ഷൻസ്, പനി, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ WBCയുടെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. എങ്കിലും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റുകൾ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് റേഡിയേഷനും മറ്റൊക്കെ കൊടുക്കും അല്ലെ. റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ ട്രീറ്റ്മെന്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റേഡിയേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ ആയിട്ടുള്ള ബ്രൂയിസിങ്, ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഉള്ളിലത്തെ ചതവ്, മുറിവുകള്, അതുമൂലം ബ്ലീഡിങ്ങുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഒരുപാട് ബ്ലീഡിങ് ആയാലും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് ക്ലോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സിവിയർ ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അല്ലെ. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലേറ്റ്ലെറ്റുകളാണ് കേട്ടോ. അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കാം. They help the blood to clot. ഇവിടെ ഉപയോഗിക്കുന്നത് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ പറയുന്നു കേട്ടോ. അടുത്തതാണ് വൈറ്റ് ബ്ലഡ് സെൽസ് കേട്ടോ. WBC അഥവാ ശ്വേത രക്താണുക്കള്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ നോക്കാം. These cells help in fighting infection and help the immune process. Underline ചെയ്ത് വെക്കാം കേട്ടോ.
these cells help in fighting infection. They help to fight the infection. Infection ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ചുരുക്കി പറഞ്ഞ എന്താണ്, to help our immune process അല്ലെ, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബ്ലഡിലെ സെൽ ഏതാണ്, WBC ആണ്. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് WBC ആണ് കേട്ടോ, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പൊ അതും അവിടെ കഴിയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ഇത് നമ്മുടെ രക്തത്തിലെ ഫ്ലൂയിഡ് പാർട്ടാണ് കേട്ടോ, രക്തത്തിലെ ദ്രാവക ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. അതായത് നമ്മുടെ രക്തത്തിന്റെ ഫ്ലൂയിഡ് പാർട്ട്, ദ്രാവക ഭാഗത്തിന് നമ്മൾ എന്താ പറയാ, പ്ലാസ്മ എന്നാണ് പറയാ. ഈ പ്ലാസ്മയ്ക്കകത്താണ് നമ്മൾ ഈ പറഞ്ഞ RBCയും WBCയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാസ്മയ്ക്കകത്താണ് കേട്ടോ. ഇനി പ്ലാസ്മയുടെ ഒരു ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല നെയ്തു, ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഇവിടെ 2 ദിവസം കറണ്ടൊക്കെ പോയിട്ട് നെറ്റൊക്കെ കട്ടായി കിടക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ കേട്ടോ, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കാം. പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി ദ മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. അറിയാലോ, ഈ പ്ലാസ്മയ്ക്കകത്താണ് നമ്മൾ ഈ പറയുന്ന RBCയും WBCയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലാസ്മയ്ക്കകത്താണ്. അത് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. ഈ കമ്പോണന്റുകളൊക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്, ബ്ലഡ് സ്ട്രീമിലൂടെ എത്തിക്കുന്നത് ആരാണ്, പ്ലാസ്മയാണ്. അത് പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ടാണ്. ആ ഫ്ലൂയിഡ് എബിലിറ്റി ഉള്ളത് കൊണ്ട് ഇതിനകത്തുള്ള കമ്പോണന്റുകളെ നമ്മുടെ ശരീരത്തിനകത്ത് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരായിരിക്കും, പ്ലാസ്മയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കി, അടുത്തത് പറയുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം ഒന്ന് പറയാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കേട്ടിരിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. പ്ലാസ്മയില് പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകളാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകളുടെ പേരുകൾ ലാസ്റ്റ് അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് പ്ലാസ്മയില് പ്രധാനമായിട്ടും 3 പ്രോട്ടീൻസുകൾ ഉണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്നാണ് പറയാ. ഏതൊക്കെയായിരുന്നെന്ന് അറിയാമോ? ഒന്നാമത്തത് ആൽബുമിൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ആൽബുമിൻ ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അറിയാം, ഫൈബ്രിനോജൻ ഉണ്ട്, ആൽബുമിൻ. രണ്ടാമത്തത് ഗ്ലോബുലിൻ. ഓക്കെ, കറക്റ്റ് ആണ്, ഗ്ലോബുലിൻ. മൂന്നാമത്തെ എന്താ അറിയോ? ഫൈബ്രിനോജൻ. ഏതാണ്? ഫൈബ്രിനോജൻ. ഓക്കെ, ഇത് ചെയ്യാൻ കറക്റ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ആൽബുമിൻ, പിന്നെ ഗ്ലോബുലിൻ, ദെൻ ഫൈബ്രിനോജൻ. ഓക്കെ, അതിന്റെ പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പറയുന്ന എന്താണ്, പ്ലാസ്മ എഴുതിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു 3 വര വരച്ചാൽ മതി കേട്ടോ. അതിനകത്ത് ഒന്ന് ആൽബുമിൻ ആണ്, മറ്റൊന്ന് ഗ്ലോബുലിൻ, പിന്നെ വരുന്നത് ഫൈബ്രിനോജൻ. ഇനി ഇവരുടെ ഓരോരുത്തരുടെ ഫംഗ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ആൽബുമിൻ ആണ് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. ആൽബുമിൻ എന്തിനാണ് സഹായിക്കുന്നത്? രക്തസമ്മർദ്ദം, BP കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മയ്ക്കകത്തുള്ള പ്രോട്ടീൻ ആണ് ആര്? ആൽബുമിൻ എന്ന് പറയുന്നത് കേട്ടോ, ആൽബുമിൻ. ഓക്കെ, രണ്ടാമത്തെ ആളാണ് എന്ത്? ഗ്ലോബുലിൻ. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. കറക്റ്റ് ആണ് കേട്ടോ, അറിയാം. ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. ഓക്കെ, അറിയാത്തവരെ എവിടെയെങ്കിലും എഴുതി വെക്കണോ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു പ്രോട്ടീൻ ഉണ്ടല്ലോ, ആരാണത്? ഫൈബ്രിനോജൻ ആണ് അല്ലെ. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഫാക്ടറുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഫൈബ്രിനോജൻ ആണ്. അപ്പൊ 3 പേരുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീനുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ആൽബുമിൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു.
രണ്ടാമത്തതാണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. ഓക്കെ, മൂന്നാമത് എന്താണ്? ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിനെ ഉത്പാദിപ്പിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്കൊന്ന് വായിക്കാം കേട്ടോ. പ്ലാസ്മ പെർഫോംസ് മെനി ഫംഗ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. എന്തൊക്കെ ഫംഗ്ഷൻ ആണ് നോക്കിയേ? ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. എന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ അല്ലെ. ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം അതിനകത്ത് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അയാളാണ് ഈ പറയുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് കേട്ടോ? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. രണ്ടാമത്തെ പോയിന്റ് എന്താണ് നോക്കിയേ? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. എന്താണ്? പ്രൊവൈഡ്സ് ദ പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്ലാസ്മയാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം അല്ലെ. നമ്മുടെ രക്തത്തിലുള്ള സോഡിയത്തിന്റെയും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെയും ആ ഒരു ലെവല് ബാലൻസ് ചെയ്യുന്നതും പ്ലാസ്മയാണ്. BP കൺട്രോൾ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഡിയം പൊട്ടാസ്യം അതൊക്കെ ലെവൽ ചെയ്യുന്നതും ആരുടെ ഫംഗ്ഷൻ ആണ്? പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. കിട്ടിയോ പോയിന്റുകള്? അപ്പൊ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ഒന്ന് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. മറ്റൊന്ന് എന്താ പറഞ്ഞത്? പ്രൊവൈഡ്സ് പ്രോട്ടീൻസ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്. മൂന്നാമത്തെ എന്താണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇത്രയാണ് പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തൊരാള് നമ്മൾ പറയുന്നുണ്ട് പ്ലാസ്മയിൽ തന്നെ ഉള്ള ഒരു കമ്പോണന്റ് ആണ് കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF അഥവാ ആന്റി ഹീമോഫിലിക് ഫാക്ടർ. AHFന്റെ ഫുൾ ഫോം ആണ് എഴുതിയിരിക്കുന്നത്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്താണെന്ന് അറിയോ? ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാല് the portion of the plasma, that is the portion of the plasma that contains the clotting factors that help to control bleeding. Okay, clear ayo? The portion of the plasma, plasmയുടെ തന്നെ ഒരു ഭാഗമാണ് എന്ത്? ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇറ്റ് കണ്ടെയ്ൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. നമ്മുടെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫൈബ്രിനോജൻ. ആ ഒരു ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ്? പ്ലാസ്മയ്ക്കകത്തുള്ള ഈ ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ആണ്. മനസ്സിലായോ? പ്ലാസ്മയ്ക്കകത്ത് ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അയാളാണ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത്. അടുത്തത് നോക്കുക, ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് may also be separated and processed for the transfusion. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് പല പല കമ്പോണന്റുകളായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നതുപോലെ നമ്മൾ ഈ പറയുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഉണ്ടല്ലോ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇങ്ങനെയുള്ള കമ്പോണന്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് എവിടെ സൂക്ഷിക്കുന്നത്? ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീനുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്ത് കമ്പോണന്റുകളായിട്ടാണ് സൂക്ഷിക്കുന്നത്. കാരണം ഓരോ കമ്പോണന്റിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഏത് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു കമ്പോണന്റ് എന്താ പറയുക സപ്ലൈ ചെയ്യാൻ പാടുള്ള സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത്. ഇത്രയും നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ബ്ലഡിനകത്ത് 4 കമ്പോണന്റുകളാണ് ഉള്ളത്. ഒന്ന് RBC. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. അടുത്ത ആള് പ്ലേറ്റ്ലെറ്റ് അല്ലെ. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് ഹെൽപ്പ് ടു ബ്ലഡ് ഹെൽപ്പ് ടു ക്ലോട്ട് ദ ബ്ലഡ് അല്ലെ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. പിന്നെ വരുന്നത് WBC. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ടു ഫൈറ്റ് ദ ഇൻഫെക്ഷൻ ആൻഡ് ഇത് ഹെൽപ്പ് ടു ഇൻക്രീസ് അവർ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം WBC ആണ് കേട്ടോ. പിന്നെ അടുത്തത് പ്ലാസ്മയാണ്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഏതാണ്? പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ഒക്കെ ഓർത്ത് വെക്കാം. 3 പ്രോട്ടീനുകൾ ഉണ്ട്, ആൽബുമിൻ, അതുപോലെ ഗ്ലോബുലിൻ, പിന്നെ എന്താണ്? ഫൈബ്രിനോജൻ. ഇനി ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് ആൻസർ പറയണം കേട്ടോ. ഞാൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കാം. The blood cell that is responsible for the blood clot. ഒന്ന് പറയാമോ? അതിന്റെ ആൻസർ ഒന്ന് പറയാമോ?
the blood cell which is responsible for the blood to clot. ഇത് blood cell ആണെന്ന് പറയാമോ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The plasma protein that is responsible for the blood to clot. അതൊന്ന് പറയാമോ അതിന്റെ ആൻസർ? The plasma protein that helps for the blood clotting. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതിന് കറക്റ്റ് ആണ് ഫൈബ്രിനോജൻ. നബീല, ഐസി, ദേവപ്രിയ, ശ്രുതി, ദിയ കറക്റ്റ് ആണ് കേട്ടോ. ചോദ്യത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? ഷിജു കറക്റ്റ് ആണ്, ഫൈബ്രിനോജൻ ആണ് ഷിജു. എന്താ ചോദിച്ചാൽ ചോദ്യത്തിന് വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് ബ്ലഡ് സെല്ലിൽ എന്നാണ് കേട്ടോ, രക്തകോശം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് ആണ് ആൻസർ പറയേണ്ടത് കേട്ടോ. ഇനി പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫൈബ്രിനോജൻ ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോകും. മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ കേട്ടോ. ബ്ലഡ് ബാങ്കിനകത്തൊക്കെ ഇത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. ഇനി കുറച്ച് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞു കേട്ടോ. നോക്കാം. വാട്ട് ഈസ് മീൻഡ് ബൈ എന്താണ് ഫിനാന്നല്ലേ പേര്? ഫിസാന്റെ പേര് എന്തായിരുന്നു മറന്നില്ല ഞാൻ. ഫിനാന്നല്ലേ പറഞ്ഞത്? പറയാ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ, 3 പ്രോട്ടീൻസ് ആണ് ഉള്ളത്. അതെ, ഏതൊക്കെയാ 3 പ്രോട്ടീൻ? ആൽബുമിൻ ഉണ്ട്. ഒന്നുകൂടെ പറയണം. ആൽബുമിൻ ഒരു പ്രോട്ടീൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൽബുമിൻ ഒരു പ്രോട്ടീൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ് ഫംഗ്ഷൻ? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഓക്കെ. പിന്നെ അയ്യോ, ഫിസാന്റെ പേരെന്തായിരുന്നു? തന്റെ പേര് ഞാൻ മറന്നല്ലോ. അതെ, രാഷിക. ഓക്കെ, മതി. അപ്പൊ ആൽബുമിൻ എന്തായിരുന്നു? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കേട്ടോ. ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുന്നേ? ഗ്ലോബുലിൻ അതായത് നമ്മുടെ രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ് കേട്ടോ. അത് ചുമ്മാ എഴുതി വെച്ചാൽ മതി. ഗ്ലോബുലിൻ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ആളാരാ? ഫൈബ്രിനോജൻ കേട്ടോ. അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് വാട്ട് ഈസ് മീൻഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? നമ്മൾ ഇത്രയും വരെ പഠിച്ച കാര്യങ്ങളിലെ അതിനെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അവിടെ എഴുതി വെച്ചിരുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതായത് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണ്, അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ട് കേട്ടോ. ഓടിച്ച് വായിക്കുന്നത്. Typically, blood transfusion is the process in which the blood components are transferred from one person, that means donor, into the bloodstream of another person, that means recipient. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതിന്റെ ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ബ്ലഡ് കമ്പോണൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം എന്താണ് വൺ പേഴ്സൺ, ദാറ്റ് മീൻസ് ഡോണർ അല്ലേ, ഒരു ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റിലോട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിലോട്ട് ഒരു സ്വീകർത്താവിലോട്ട് ആ ഒരു ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് കംസ് ഇൻ ടു ആൻസർ എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ് when there is a large loss of blood cells through bleeding or depression of the bone marrow. Blood transfusion is considered as a noble cause. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. കാര്യം പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പൊ ബോൺ മാരോ പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ അസ്ഥിമജ്ജയിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അസ്ഥിമജ്ജയിൽ നിന്നാണ്. അപ്പൊ ഈ ബോൺ മാരോ സംബന്ധമായിട്ട് വല്ല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടത്ര അളവിന്റെ ബ്ലഡ് ഒന്നും ഉത്പാദിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരാറുണ്ട്? ഇത്തരത്തിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ നോബിൾ കോസ്. അത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ളവര് ആളുകളൊക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇല്ലേ അങ്ങനെ ഉള്ള ആളുകളില്ലേ ഇതിനകത്ത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആൾക്കാരില്ലേ ഇതിനകത്ത്? ആരുമില്ല. എന്താണ് ആരോഗ്യമില്ലാത്ത? ഷിജു. ഓക്കെ,
ശിബില കൊടുത്തിട്ടുണ്ട് അല്ലെ. ഞാൻ കരുതി മഴ തണുപ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങള് ഉറങ്ങാനൊക്കെ ഇപ്പൊ നല്ല സുഖമാണല്ലോ. ഉറങ്ങല്ലേ കേട്ടോ, ക്ലാസ്സിൽ ഇങ്ങനെ. അടുത്തതാണ് ബ്ലഡ് ബാങ്ക് സർവീസസിനെ പറ്റിയിട്ട് പറയാൻ കേട്ടോ. നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ബ്ലഡ് ബാങ്ക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Blood bank services act as the universal point as they collect, test and store all types of blood. അറിയാലോ, നമ്മൾ പഠിച്ചതാണ്. ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ സർവീസസ് ഒരു യൂണിവേഴ്സൽ സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാര്യം എല്ലാ ടൈപ്പിലുള്ള ബ്ലഡുകളും അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, they watchfully screen test the blood for any signs of infection. Other than screening of infection, they also check the blood type, whether type A, B, AB or O, and whether it's Rh negative or Rh positive. അല്ലെ, നമ്മളൊരു ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്ന ടെസ്റ്റുകളൊക്കെ പറഞ്ഞു അല്ലെ. കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ, Rh ടൈപ്പ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് ഡൺ to find out if a particular unit of blood can be transferred safely into certain patient. പോരാത്തതിന് നമ്മള് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് അല്ലെ. അറിയാതെ രക്താനുയോജ്യത അല്ലെ, അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗമാണ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. If your blood type is O negative, if your blood type is O negative, you are the universal donor who can transfer your blood to almost everyone. And if your blood type is AB positive, you act as a universal recipient. ചോദ്യം എന്താണ്? Which blood group is known as the യൂണിവേഴ്സൽ ഡോണർ അല്ലെ. യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ് ആണ് കേട്ടോ. O ആണെന്ന് മിക്കവർക്കും അറിയുന്നുണ്ടാവും. O പോസിറ്റീവ് അല്ല കേട്ടോ, തെറ്റി പോകരുത്. O നെഗറ്റീവ് ആണ് കേട്ടോ. O നെഗറ്റീവ് ആണ് എന്ത്? യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് അറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്. പഠിച്ചു വെക്കുന്നു കേട്ടോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ ഡോണർ? ആരാണ് യൂണിവേഴ്സൽ ഡോണർ? O നെഗറ്റീവ്. ഓക്കെ, O നെഗറ്റീവ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അടുത്ത നോക്കൂ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഇസ് AB പോസിറ്റീവ്, യു ആക്ട് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അതേസമയം യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അഥവാ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ് ആണ് കേട്ടോ. ഇതാണ് AB പോസിറ്റീവ്. മാറിപ്പോകരുത് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ എന്താ പറയുക റെസിപ്പിയന്റ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ് കേട്ടോ. AB പോസിറ്റീവ്. ഓക്കെ. However, any mismatch between the blood type can prove fatal, that means causing death. So blood test must be done carefully. നമുക്കറിയാം, ഇത്തരം ബ്ലഡ് ഗ്രൂപ്പിന് ഏതെങ്കിലും തരത്തിലൊരു മിസ്മാച്ച് വന്നു പോയി കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമാവില്ല. ഇങ്ങനെ ചേരാത്ത ബ്ലഡുകൾ തമ്മിലൊക്കെ ചേർന്നാൽ അഗ്ലൂട്ടിനേഷൻ പോലെയുള്ള വലിയ വലിയ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ആളുകളുടെ മരണത്തിന് വരെ കാരണമാവും. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെല്ലാം കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സൽ ഡോണർ O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് AB പോസിറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? എന്താണ് ഈ ബ്ലഡ് ചേഞ്ച് ആവുക? എനിക്ക് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ബ്ലഡ് ചേഞ്ച് ആവുക? ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആവുമോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെ ചേഞ്ച് വരുന്നത്? നമ്മളുടെ യോജിച്ച ബ്ലഡാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതിനെ പറ്റിയിട്ട് കമ്പാറ്റബിലിറ്റിയെ പറ്റിയിട്ടൊന്നും നമുക്ക് കൂടുതൽ പഠിക്കാനില്ല. അത് ആർക്കൊക്കെ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ആർക്കൊക്കെ കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങളുണ്ട്. അതാണ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിനകത്ത് പറഞ്ഞത്. പക്ഷെ നമുക്കത് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. പഠിക്കാന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുണ്ട് കേട്ടോ. വേറെ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ബ്ലഡ് കറക്റ്റ് ബ്ലഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നു, അവർക്ക് കൊടുക്കുന്നു കേട്ടോ. ഇല്ലില്ല, ജനിക്കുമ്പോൾ ഉള്ളതൊന്നും ഒരിക്കലും മാറില്ല കേട്ടോ. ജനിക്കുമ്പോഴുള്ള ബ്ലഡ് ഒന്നും ഒരിക്കലും ആ ബ്ലഡ് ഗ്രൂപ്പ് ഒരിക്കലും മാറില്ല കേട്ടോ. അത് ജീവിതകാലം മുഴുവൻ അത് തന്നെയായിരിക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ.
എന്താണ് ബ്ലഡ് ടൈപ്സ് ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതാണ് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് കേട്ടോ. ലാസ്റ്റ് പറയാം കേട്ടോ ലക്ഷ്മി, ലാസ്റ്റ് പറയാം. നമ്മളിപ്പോ ക്ലാസ് ഇപ്പൊ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സുകൾ നമുക്ക് അന്നേരം ക്ലിയർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ക്ലാസ് കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബോറടിയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ലാസ്റ്റ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് കേട്ടോ. അപ്പൊ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണ് അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എപ്പോഴാണ് നമുക്കൊരു ബ്ലഡ് സ്വീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ബ്ലഡ് കൊടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഡിവിജ്വൽസ് മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓർ സം ഓഫ് ദം ആണ്. പല കാരണങ്ങൾ, പല സാഹചര്യങ്ങളിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, to substitute for the lost blood after a serious or surgery. എന്താണ്? To substitute for the lost blood after a serious or surgery. അതായത് നമുക്കറിയാലോ, പൊതുവെ ഇപ്പൊ പെട്ടെന്ന് ഒരു സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മേജർ സർജറി വരികയാണ്. ഈ സർജറിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ബ്ലഡിന്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ പൊതുവെ വലിയ വലിയ മേജർ സർജറികളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന് യോജിച്ച ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കില്ല. കാര്യം നമുക്കറിയാം, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മേജർ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. രണ്ടാമത്തെ പോയിന്റ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ആണ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് അതായത് നമ്മുടെ ദഹന നാളത്തിലൊക്കെ ഉണ്ടാവുന്ന രക്തസ്രാവം. അതായത് അത് ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ വളരെ സിവിയർ ആയിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, ദഹന നാളത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ബ്ലീഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരിക, ക്യാൻസർ ഒക്കെ പോലെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് അത് നമ്മൾ വായിലൂടെ അതുപോലെ സ്റ്റൂളിലൂടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരും. അങ്ങനെ അത് കുറെ കാലങ്ങളോളം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ലോസ് ഓഫ് ബ്ലഡ് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ബ്ലഡ് കുറയാണ്, അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞില്ല ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് മറ്റു പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും കേട്ടോ. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, അതുപോലെ തന്നെ ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാല് ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, WBCയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു അവസ്ഥയാണ് ലുക്കീമിയ. അപ്പൊ ഇത്തരം ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് കേട്ടോ. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, ശരിക്കും ഒരു RBCയുടെ കൗണ്ട് കുറയുന്ന സമയത്ത്, RBC കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വിളർച്ച വരും അല്ലേ, വളരെ സിവിയർ ആയിട്ട് അനീമിക് ആവും. അനീമിക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ ഇതൊക്കെ വരും, നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരം ഹെൽത്തി ആയിട്ടുള്ള RBC ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് RBC കമ്പോണന്റ് അവിടെ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. ദാറ്റ് മീൻസ് ട്രാൻസ്ഫ്യൂഷൻ അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ വരുന്നത് ഏതാണ്? റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞല്ലോ, റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ ട്രീറ്റ്മെന്റുകൾ, കീമോതെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ, ബ്രൂയിസിങ്ങുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ടതായിട്ട് വരും, ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ എന്താണ്? ലിവർ പ്രോബ്ലംസ് ആണ്. കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഈ ലിവർ ഡിസീസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളില് ഈ പറയുന്ന പ്ലാസ്മയുടെ ഒക്കെ കമ്പോണന്റ് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ പ്ലാസ്മ കമ്പോണന്റ് എന്ത് വരും, പ്ലാസ്മ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പൊ അവിടെ പ്ലാസ്മ ആവശ്യമായിട്ട് വരാന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി എന്ത് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ വരുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. ബ്ലഡ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ലുക്കീമിയ, അതുപോലെ ഹീമോഫീലിയ. ഹീമോഫീലിയ ഒക്കെ കേട്ടിട്ടില്ലേ? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ, രാജകീയ രോഗം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഹീമോഫീലിയ, അതുപോലെ തന്നെ ലിംഫോമ. ലിംഫോമ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ്
ക്യാൻസർ ആണ്, ബ്ലഡ് ക്യാൻസർ തന്നെയാണ് that affecting our immune system, lymphatic systemത്തിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് ലിംഫോമ, ലുക്കീമിയ, പിന്നെ ഹീമോഫീലിയ. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ഡിസോർഡേഴ്സുകൾ ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് ഏതൊക്കെ സിറ്റുവേഷനൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, ലുക്കീമിയ, പിന്നെ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അതുപോലെ ലിവർ പ്രോബ്ലംസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത്രേ വേണ്ടൂ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്ക് മാനേജർ ആണല്ലോ, സോ ഹി ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക് കേട്ടോ. ആ ഒരു എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട്, ഓക്കെ, ഹെഡ് ആയിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ഓക്കെ, അടുത്ത നോക്കി, ഹി ഓർ ഷീ ഇസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്, ചെക്കിംഗ് എക്സ്പെൻസസ്, conducting inspections and working with the third party എന്നാണ് അവരുടെ ഹാൻഡ് മാർക്കിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. തിരുത്തണം കേട്ടോ. തേർഡ് നമ്മുടെ ഇവിടെ തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ ആണോ? തേർഡ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. തേർഡ് എന്നാണ് കേട്ടോ, തേർഡ് പാർട്ടി സർവീസസ്. ഓക്കെ, അതായത് ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ഡെയിലി, ഹെൽം എന്ന് വെച്ചാൽ ചുക്കാൻ പിടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആരാണ്? അത് ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. അത് മാത്രമല്ല, അതിന് എന്തൊക്കെ ചെയ്യുന്നു? ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, അതായത് ഈ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളെല്ലാം തന്നെ പരിശോധിക്കുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അല്ലെ, പരിശോധനകൾ നടത്തുന്നു. പരിശോധന എന്ന് പറഞ്ഞാൽ ലാബ് ടെസ്റ്റ് അല്ലാണ്ട് അവിടെ ഉദ്ദേശിച്ചത്. അതായത് ആ ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നത്, പരിശോധിക്കുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ് നമ്മൾ പറഞ്ഞിരുന്നു, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിരിക്കില്ലേ, ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഓർഗനൈസേഷനുകള്, ക്ലബുകള്, അങ്ങനെയൊക്കെ ഉള്ളത് പോലെ അത്തരത്തിലുള്ള തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ. കാര്യം എന്താണ്? അദ്ദേഹം ഹെഡാണ് അല്ലെ, ഈസ് ദ എൻറ്റയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് ആണ് അല്ലെ, ബ്ലഡ് ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ പരിശോധിക്കുക, ഇൻസ്പെക്ഷൻസ് നടത്തുക, പിന്നെ മറ്റുള്ള തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് എന്നാണ് അർത്ഥം കേട്ടോ. പേഴ്സണൽ രണ്ടെണ്ണം വരും കേട്ടോ. പേഴ്സണൽ മീൻസ് സ്റ്റാഫ്, ഓക്കെ, ജീവനക്കാരെന്നർത്ഥം. അതായത് ആ ഒരു ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് ആവശ്യമാണ്, അവർ സെലക്ട് ചെയ്യുക അല്ലെ, അതായത് ആ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൂടാതെ he or she supervises and leads newly hired staff on the work they do and implement different rules and regulations of the company. അതുകൂടാതെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പൊ പുതുതായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, നിലവിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരുടെ ജോലിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മേൽനോട്ടം കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഡൊണേഷൻ ആയിക്കോട്ടെ, ബ്ലഡ് സ്റ്റോർ ചെയ്തതെല്ലാം ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവയെല്ലാം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതും
ബ്ലഡ് ബാങ്ക് മാനേജർ ആണ് കേട്ടോ. ട്രെയിനിങ് ഈസ് ഗിവൺ. അതുപോലെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ഹി ആൾസോ ഓവർസീസ് ആൻഡ് അസസ് the gross performance of the staff and ensures that files and records are updated and properly stored. അതുകൂടാതെ ആ ഒരു ബ്ലഡ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനങ്ങളൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തി അതിന്റെ മേൽനോട്ടം വയ്ക്കാം. അതോടൊപ്പം തന്നെ ആ ഒരു ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകള്, ഫയലുകള് അതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർലി സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ. അതായത് എത്ര ബ്ലഡ് ബാങ്കിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നവരുടെയും വരുന്നവരുടെ ഒക്കെ ഡീറ്റെയിൽഡ് അടക്കം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഇതാണ്. Apart from the management of blood bank staff, the blood bank manager is also responsible for developing central programs such as blood donation month. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്താണ്? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് വേണ്ട എന്താ പറയുക സൂപ്പർവിഷൻ കൊടുക്കണം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അത്തരം സ്റ്റാഫുകളുടെ മാനേജ്മെന്റ് മാത്രമല്ല, അതിലുപരി ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ പറയുന്നുണ്ട് ഡെവലപ്പിംഗ് സെൻട്രൽ പ്രോഗ്രാം സജസ്റ്റ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏതാണെന്ന് അറിയാമോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി ആണ് കേട്ടോ. ജനുവരി ആണ്, നോട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയപ്പെടുന്നത് ജനുവരി ആണ് കേട്ടോ. അപ്പൊ ഈ ജനുവരി മാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പൊ ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രോഗ്രാമുകൾ, ഇപ്പൊ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ മന്ത് വരുമ്പോ ജനുവരി മാസം വരുമ്പോ ബ്ലഡ് ഡൊണേഷൻ മന്ത് ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് വേണമെങ്കിൽ നമുക്കൊരു ക്യാമ്പ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട വല്ല അവയർനെസ് ക്ലാസ് കൊടുക്കോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് അവർക്കൊരു ആദരവ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കാനും, പിന്നെ പലർക്കും ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട പല ആശങ്കകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള സെൻട്രൽ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? ബ്ലഡ് ബാങ്ക് മാനേജർ. എളുപ്പമല്ല, ഇതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഹെഡാണ് കേട്ടോ, അതിന്റെ മെയിനായിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ ഒരു ബ്ലഡ് ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഈ ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചെലവുകൾ പരിശോധിക്കുക, അതുപോലെ തന്നെ എക്സ്പെൻസുകൾ വിലയിരുത്തുക, മറ്റുള്ള തേർഡ് പാർട്ടി സേവനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ അവിടെ നിലവിലുള്ളതും പുതുതായിട്ടുള്ള സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ സ്റ്റാഫുകളുടെ പെർഫോമൻസ്, അവരുടെ പ്രകടന നിലവാരം കൂടെ നല്ല രീതിയിൽ അസസ് ചെയ്യുക കേട്ടോ. അതുപോലെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളെല്ലാം പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഇത്തരത്തില് ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ മന്തിലൊക്കെ വരുമ്പോ ബ്ലഡ് ആ ഒരു സെൻട്രൽ പ്രോഗ്രാമുകൾ, ബ്ലഡ് ബാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ടതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ കേട്ടോ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ഇതിങ്ങനെ കുറെ ചാപ്റ്ററിൽ ഇങ്ങനെ വരുന്നുണ്ട്. ബ്ലഡ് ബാങ്ക് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോയിന്റുകളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ എന്താന്ന് നോക്കിയേ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതാണ് ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. നമ്മളിത് പറഞ്ഞല്ലോ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ സംവിധാനം നിലനിർത്താം.
നമ്മള് തോന്നിയ രീതിയിലല്ല ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെ. അതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതികളൊക്കെ നമ്മൾ പറഞ്ഞ ടെസ്റ്റിംഗ് ഉണ്ട്, കമ്പാറ്റബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് കൊടുക്കുന്ന ആളുടെ വയസ്സ്, പിന്നെ അയാളുടെ ശരീരഭാരം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഒരു പ്രോട്ടോകോൾ, ശരിയായ ഒരു സംവിധാനം നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യേണ്ടത്. അടുത്തത് വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. Then proper maintenance of records. Verify incident forms related to transfusion reaction. Transfusion reaction എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ആണ് കേട്ടോ. ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അപ്പൊ അത്തരമുള്ള റിയാക്ഷൻസുകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻസിഡന്റ് ഫോമുകൾ, അതായത് അതിന്റെ റിപ്പോർട്ട് ഫോമുകൾ ശരിയായിട്ട് വെരിഫൈ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ എടുക്കാം കേട്ടോ. പിന്നെന്താണ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. അടുത്തതാണ് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ് കേട്ടോ. അതായത് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിന്റെയും ബ്ലഡ് പ്രോഡക്റ്റിന്റെയും പ്രോപ്പർ സ്റ്റോറേജ് ഉറപ്പാക്കുക. അതായത് കമ്പോണന്റുകളെല്ലാം സ്റ്റോക്ക് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പോണന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്ത് നമ്മളത് എന്ത് ചെയ്ത് വെക്കണം, സ്റ്റോക്ക് ചെയ്തൊക്കെ വെക്കണം അല്ലെ. ആ രീതിയിൽ ആ ഒരു ബുദ്ധിമുട്ട് വരരുത്. ബ്ലഡിന് എപ്പോഴാണ് ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. ആവശ്യമുള്ള സമയത്ത് ആളുകൾക്ക് എമർജൻസിയിൽ കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ഒക്കെ ശരിയായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം കേട്ടോ. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺട്രോൾഡ് ബൈ ദ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. എപ്പോഴും ഒരു ബ്ലഡ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ആരും ഉറപ്പാക്കണം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കണം അല്ലെ. കാര്യം അത്രയേറെ ശ്രദ്ധ വേണ്ട എല്ലാ മേഖലകളും അതെ, എങ്കിലും ബ്ലഡ് ബാങ്ക് ആണ് അത്രയും അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇതാണ്, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. അതാണ് പറയുന്നത് മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. അതായത് ഈ വകുപ്പ് തല പ്രശ്നങ്ങൾ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങള്, വകുപ്പ് തല പ്രശ്നങ്ങള് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള മീറ്റിങ്ങുകളും മറ്റും അറേഞ്ച് ചെയ്യുക അല്ലെ. നമ്മളിങ്ങനെ ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുന്നതിനുള്ള മീറ്റിങ്ങുകൾ അത് അറേഞ്ച് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്, നിലവിലുള്ള ചില നയങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചില പോളിസികൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. മാറ്റേണ്ടത് മാത്രമല്ല, ചില പുതിയ ചിലപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് പുതിയത് ആഡ് ചെയ്യേണ്ടി വരും, മറ്റു ചില പോളിസികൾ എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ആ രീതിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസികളൊക്കെ പരിഷ്കരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായ സംവിധാനം നിലനിർത്തുക. അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻസുകൾ കൃത്യമായിട്ട് വിലയിരുത്തുക. അതുപോലെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ശരിയായിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ശരിയായി സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിയായ എല്ലാ കമ്പോണന്റുകളും സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പാക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
പിന്നെ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സൺസ് ആയിരിക്കണം. അത് ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് തല പ്രശ്നങ്ങളും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അതോടൊപ്പം നിലവിലുള്ള പല പോളിസികളും പരിചരണ നയങ്ങളും പരിഷ്കരിക്കാനുള്ള ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ബ്ലഡ് ബാങ്ക് എന്താണ്, പിന്നെ എന്തായിരുന്നു ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എവിടെയാണ്, പിന്നെ അതിന്റെ ഓർഗാനോഗ്രാം, പിന്നെ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഓക്കെ, തന്നെ കമ്പോണന്റുകൾ, അതിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസുകൾ അല്ലെ? ഓക്കെ, ഇനി ആരാണ് എന്നോട് ചോദിച്ചത് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം? ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത് കേട്ടോ. 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. ABO ഗ്രൂപ്പിംഗ് A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത് കേട്ടോ. ആദ്യം ചോദിച്ചില്ലേ ബ്ലഡ് ഗ്രൂപ്പ് A, B, അതുപോലെ തന്നെ AB, O, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്ക് വരുന്നത് കേട്ടോ. ബ്ലഡ് ടൈപ്പ് പറയുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് തന്നെ A പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അല്ലേ? BO B പോസിറ്റീവ് B നെഗറ്റീവ്. AB ആണെങ്കിലോ AB പോസിറ്റീവും AB നെഗറ്റീവും. O ആണെങ്കിൽ O പോസിറ്റീവും O നെഗറ്റീവ്. 8 ടൈപ്പ് വരും കേട്ടോ. ടൈപ്പ് പറയുമ്പോൾ 8 ടൈപ്പ് ബ്ലഡ് ആണ് വരിക. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങൾ ചോദിച്ചത്? ഇതെല്ലാം ചോദിച്ചത് ബ്ലഡ് ടൈപ്പ്. പിന്നെ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രം നമ്മൾ കൊടുത്തിരുന്നു. അത് അമേരിക്കൻ അസോസിയേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അതാണോ ചോദിച്ചത്? അതിന്റെ ബ്ലഡ് ടൈപ്പിന്റെ എന്തോ കാര്യം പറയുന്നത് അറിഞ്ഞത്? നിങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയോ? ഇതാണോ ഉദ്ദേശിച്ചത്? ഈ ഒരു ടാബുലർ കോളാണോ അനശ്വര ഉദ്ദേശിച്ചത്? ബ്ലഡ് ടൈപ്പിന്റെ കാര്യം. RH റീസസ് ഫാക്ടർ എന്നാണ് കേട്ടോ. റീസസ് R ക്യാപിറ്റലും H സ്മോൾ ലെറ്ററും ആണ് കേട്ടോ എഴുതാം. R ക്യാപിറ്റലും H സ്മോൾ ലെറ്ററും ആണ് പറയാം കേട്ടോ. അനശ്വര ഇതാണ് പറഞ്ഞത്. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് ഉണ്ടല്ലോ, അത് ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ചെറിയൊരു ടാബുലർ കോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഡാറ്റയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മൾ ഈ ബ്ലഡിന്റെ വിതരണത്തെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലഡ് വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ. അപ്പൊ അതിന് ഓരോ പെർസെന്റേജ് കൊടുത്തത് 8 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. 8 ടൈപ്പ് വെച്ച് 8 ടൈപ്പാണ് ഉള്ളത് അല്ലെ? O പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ്, അതിന്റെ പെർസെന്റേജ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. പക്ഷെ ഇതിന് നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡിന്റെ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് എത്രയാണ് നോക്കിയാൽ 39% കൂടി O പോസിറ്റീവ് ആണ് അല്ലെ? ഏറ്റവും കൂടുതൽ അതാണ് 39% കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് O പോസിറ്റീവ് ആണ്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി O പോസിറ്റീവ് കഴിഞ്ഞാല് പിന്നെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നത് A പോസിറ്റീവ് ആണ്. A പോസിറ്റീവ് ആണ് 31 ആണ് വരുന്നത്. അതേസമയം ലീസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് AB നെഗറ്റീവ് ആണ് കേട്ടോ. ഏതാണ്? AB നെഗറ്റീവ് ആണ്. AB നെഗറ്റീവ് കേട്ടോ. ഓക്കെ, ആ ഒരു ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ അതിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് കേട്ടോ. എന്താണ് കൂടി പറഞ്ഞു തരൂ. ഇമ്മ്യൂൺ 1 ഇമ്മ്യൂൺ 1 എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇമ്മ്യൂണിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? ഏതാ WBCയുടെ ഫംഗ്ഷൻ ആണോ പറയുന്നത്? ഇമ്മ്യൂണിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത് ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ പ്രതിരോധമാണ് കേട്ടോ. അതിനെ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? WBC ആണ് കേട്ടോ. ശ്വേത രക്താണുക്കളാണ് നമ്മുടെ ദി സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു WBC. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. നമ്മുടെ പ്രതിരോധ ശക്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ.
നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിച്ചാലല്ലേ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വരാതിരിക്കുള്ളൂ, അല്ലെ? ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഇൻഫെക്ഷൻസ് നമ്മളെ കയറി പിടിക്കും, അല്ലെ? അപ്പൊ WBC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് സഹായിക്കുന്നതാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട്, നമുക്കൊരു പ്രതിരോധ ശക്തി നിലനിർത്താൻ സഹായിക്കുന്നത് ഈ ഒരു WBC എന്ന് പറയുന്ന ബ്ലഡിലെ കമ്പോണന്റ് ആണ് കേട്ടോ. ഓക്കെ, അതിലൂടെ നമുക്ക് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. റീസസ്, അതന്നെ RHESUS റീസസ് കേട്ടോ, റീസസ്. ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ എന്ന് വെച്ചാല്, ബോൺ മാരോ എന്താണ്? അസ്ഥിമജ്ജയാണ് കേട്ടോ. അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, അതാണ് അവിടെ ഡിപ്രഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ അസ്ഥിമജ്ജ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നാണ് നമ്മുടെ ഈ ബ്ലഡ് സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബോൺ മാരോയിൽ നിന്നാണ്, അസ്ഥിമജ്ജയിൽ നിന്നാണ് കേട്ടോ. അസ്ഥിമജ്ജയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വേണ്ട വിധത്തിലെ ബ്ലഡ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരും? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും, അല്ലെ? ശരീരത്തില് മറ്റു ഓക്കെ, പ്ലേറ്റ്ലെറ്റ് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കേട്ടോ. ത്രോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടർ ആണ് കേട്ടോ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ ആണ് കേട്ടോ ത്രോംബോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസസ് ഫൈബ്രിനോജൻ കൺവേർട്ടഡ് ടു ഫൈബ്രിൻ, കറക്റ്റ്? അല്ല, പ്ലേറ്റ്ലെറ്റ് അല്ല ഫൈബ്രിനോജൻ, രണ്ടാണ് അഭിനവേ. അതായത് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാല് ബ്ലഡ് സെല്ലാണ്, രക്തകോശമാണ്. ഫൈബ്രിനോജൻ ഏതാ? പ്ലാസ്മ പ്രോട്ടീൻ ആണ്. മനസ്സിലായോ? രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ബ്ലഡിലുള്ള രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഇതേ ബ്ലഡിനകത്തുള്ള പ്ലാസ്മയിലെ, പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്ത്? ഫൈബ്രിനോജൻ. രണ്ടിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ ഈ പ്ലാസ്മ, നിങ്ങൾ പ്ലാസ്മ മാത്രം ചിന്തിക്കുക. പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു പോർഷൻ ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്, AHF എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ടർ ആണ് ഫൈബ്രിനോജൻ ഉത്പാദിപ്പിക്കുന്നത്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെല്ലാണ്, രക്തകോശമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ ഇതിന്റെ ഭാഗം തന്നെയാണ്, ബ്ലഡിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, ട്രിക്കോനിമ പാലിഡം എന്ന് പറഞ്ഞാൽ എന്താണ്? സിഫിലിസിന് ക്ലാസ് കേൾക്കാറില്ലേ? സിഫിലിസിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് കേട്ടോ ട്രിക്കോനിമ പാലിഡം എന്ന് പറയുന്നത്. സിഫിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് കേട്ടോ. ഓക്കെ, പറങ്കിപ്പുണ്ട് എന്നൊക്കെയാണ് പറയാം. പണ്ട് കാലത്ത് നമ്മുടെ പറങ്കിയിലെ പോർച്ചുഗീസുകാര് അവര് വന്നിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു സിഫിലിസ്. ഓക്കെ, അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയയാണ് ട്രിക്കോനിമ പാലിഡം. നമുക്ക് ബാക്ടീരിയ മൂലം അസുഖം ഉണ്ടാവില്ലേ? വൈറസ് മൂലം അസുഖം ഉണ്ടാവില്ലേ? ഫംഗസ് മൂലം അസുഖം ഉണ്ടാവില്ലേ? സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ആ ബാക്ടീരിയ, അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് ട്രിക്കോനിമ പാലിഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇല്ല പിന്നെ ഓക്കെ, അപ്പൊ നിങ്ങൾ അപ്പൊ ഇത്രയും ഭാഗങ്ങള് നിങ്ങൾ നല്ല പോലെ വായിക്കുക കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റിലുള്ള ഭാഗങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതിന് അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി പഠിച്ച് കൺഫ്യൂസ്ഡ് ആക്കണം. ആവശ്യമുള്ളത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്, അത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, miss. Thank you, miss. Thank you, miss.